മൈക്ക് കോഫി ബാർ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് പറയുന്നു. ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. എന്നാൽ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. കാരണം എന്റെ തൊഴിലിൽ ഞാനൊരു വിദഗ്ധനായി കഴിഞ്ഞിരുന്നു. ഇതല്ലെങ്കിൽ മറ്റൊരു ഹോട്ടലിൽ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന വിശ്വാസം എനിക്ക് ആത്മധൈര്യം പകർന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മൈക്ക് കോഫി ബാർ അടച്ചുപൂട്ടി. അപ്പോഴേക്കും 1000 ലൈറ്റ്സ് കഫേയിൽ എനിക്ക് ജോലി ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ ദോശ വളരെ പ്രസിദ്ധമാണ്. ഈ ദോശ ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ദോശ കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ ദോശയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധകരങ്ങൾ നാരായണൻ എന്ന മലയാളിയുടേതാകുന്നു. എനിക്ക് ഹോട്ടലിൽ പണി കിട്ടാനുള്ള അടവുതന്ത്രം ഉപദേശിച്ചു തന്ന മഹാനായ ആ മലയാളി ഇദ്ദേഹമാകുന്നു. നാരായണൻ ഇവിടുത്തുകാർക്ക് വെറും നാരായണനല്ല, ദോശ നാരായണൻ എന്ന സ്ഥാനപ്പേരിലാണ് അദ്ദേഹം ഈ പ്രദേശത്ത് അറിയപ്പെടുന്നത്. ദോശ നാരായണന്റെ മറ്റൊരു സവിശേഷത അദ്ദേഹം ഒരു സിനിമാ പ്രേമി കൂടിയാകുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ ദിനചര്യയിലെ അവസാനത്തെ ഐറ്റമാണ് സിനിമാ കാണൽ. എന്നാൽ സാധാരണ തമിഴ് ഹിന്ദി സിനിമകളൊന്നും അദ്ദേഹം കാണാറില്ല. അദ്ദേഹത്തിന്റെ ആസ്വാദന നിലവാരത്തെ തൃപ്തിപ്പെടുത്താൻ ഇംഗ്ലീഷ് സിനിമകൾക്ക് മാത്രമേ കഴിയാറുള്ളൂ. കാസിനോ, സഫയർ, എലഫന്റ് സ്റ്റോൺ തുടങ്ങിയ തിയേറ്ററുകളിലാണ് പതിവായി ഇംഗ്ലീഷ് സിനിമകൾ ഓടുന്നത്. ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നതിൽ ഞാൻ നാരായണന്റെ സഹയാത്രികനായി മാറാൻ താമസമുണ്ടായില്ല. ഹോളിവുഡ് സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് നാരായണൻ ഇട്ടിരിക്കുന്ന പേരാണ് ആൽഫ്രഡ് ചിക്കാഗോ. സിനിമ കാണുകയാണെങ്കിൽ ആൽഫ്രഡ് ചിക്കാഗോയുടെ സിനിമ തന്നെ കാണണം. ദോശയ്ക്ക് മാവരക്കുന്നതിനിടയിൽ നാരായണൻ ഉറക്കെ ആത്മകഥം ചെയ്യും. സ്ഥിരമായുള്ള ഇംഗ്ലീഷ് സിനിമ കാണൽ ഒരു ക്യാമറാമാനാകാനുള്ള എന്റെ ആഗ്രഹത്തെ കൂടുതൽ പരിപോഷിപ്പിച്ചു. എന്റെ പൂതി ഞാൻ ഇടയ്ക്കിടെ നാരായണന്റെ മുൻപിൽ മാത്രം രഹസ്യമായി അവതരിപ്പിക്കും. എന്നാൽ നാരായണനെ എന്നെ ഒരു സിനിമാ നടൻ ആക്കാനായിരുന്നു താൽപര്യം. ദോശ ചുടുന്ന ചട്ടുകങ്ങൾ പടവാളായി സങ്കൽപ്പിച്ചുകൊണ്ട് എന്നെ വാൾപ്പയറ്റ് പഠിപ്പിക്കാൻ നാരായണൻ ഒരു വിഫല ശ്രമം നടത്തിനോക്കി. അവസാനം നാരായണൻ തോൽവി സമ്മതിച്ച് സുല്ലിട്ടു. അഭിനയം നിനക്ക് പറ്റിയ പണിയല്ല മോനെ, നീ ഒരു കാര്യം ചെയ്യ്, ആൽഫ്രഡ് ചിക്കാഗോയുടെ പടങ്ങൾ പതിവായി കാണുക. ഈശ്വരൻ അനുഗ്രഹിച്ച് ഭാവിയിൽ നീ ഒരു വലിയ ക്യാമറാമാൻ ആയിത്തീരട്ടെ. നാരായണൻ എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. ഞാൻ ഭാവിയിൽ വലിയൊരു ക്യാമറാമാൻ ആകാൻ പോകുന്ന വിവരം ഹോട്ടലിലെ അടുക്കളയിലും അരങ്ങത്തും അങ്ങാടിയിലും പാട്ടായി. ഹോട്ടൽ മുതലാളി പോലും എന്നെ വിളിക്കുന്നത് ഹലോ ക്യാമറാമാൻ എന്നാണ്. ആ വിളി കേൾക്കുന്ന ഞാൻ തെല്ലൊരഭിമാനത്തോടെ തന്നെ വിടർന്നു ചിരിക്കും. ഞാനൊരു ക്യാമറാമാൻ തന്നെയാണെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കും. അങ്ങനെ മദ്രാസിൽ ഞാൻ സാമാന്യം നല്ല രീതിയിൽ പച്ചപിടിച്ചു വരികയാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളുമായി ഞാൻ പരിചയത്തിലായി. എന്റെ ഈ പരിചയങ്ങളാണ് സങ്കല്പത്തിലാണെങ്കിൽ പോലും എന്നെ ഒരു ക്യാമറാമാനാക്കി മാറ്റിയ ദോശ നാരായണനെ റാണെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ സഹായകമായത്. ദോശ നാരായണൻ പോയതിന് തൊട്ടു പിന്നാലെയാണ് ആ അപകടം സംഭവിച്ചത്. കൃഷ്ണൻ എന്ന ഹോട്ടൽ ജീവനക്കാരൻ കാപ്പിക്കുരു പൊടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഷോക്കേറ്റ് മരിച്ചു. ആ മരണത്തിന്റെ ഏക ദൃക്സാക്ഷി ഞാൻ മാത്രമായിരുന്നു. ഹോട്ടൽ മുതലാളി വളരെ തന്ത്രപൂർവം ശവം ദഹിപ്പിച്ചു കളയുകയും കേസ് ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ ആ മരണത്തിന്റെ ഏക ദൃക്സാക്ഷിയായ ഞാൻ തുടർന്നും അവിടെ നിൽക്കുന്നത് ഒരു ഭീഷണിയായി അയാൾ കരുതിയിരിക്കണം. ആ ഭീഷണി ഇല്ലാതാക്കാൻ അയാൾ ഒരു വളഞ്ഞ വഴി കണ്ടെത്തി. എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അയാൾ ലക്ഷ്യം സാധിച്ചത്. മരിച്ച കൃഷ്ണന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചെന്നായിരുന്നു എന്റെ പേരിലുള്ള കേസ്. അങ്ങനെ ഞാൻ ആദ്യമായി ഇരുമ്പഴിക്കുള്ളിലായി. Thank you for watching. Stay tuned for the next episode. Goodbye.